ചിലരുടെ ജീവിതകഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുമല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് അടിമുടി മാറിമറിയുന്നത് എന്നതിന്റെയൊക്കെ അവിശ്വസനീയമായ കഥകൾ. ഇന്ന് നമ്മൾ അങ്ങനെയൊരു വലിയ മാറ്റത്തിന്റെ കഥയിലേക്കാണ് പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു വലിയ ചോദ്യം. പണം. പണം മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ഒരാൾ എങ്ങനെയാണ് സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയത്? വാ, നമുക്ക് ആ അത്ഭുതകരമായ യാത്രയിലേക്കൊന്ന് പോയി നോക്കാം. പിശുക്കനും സന്യാസിയും. അതായത് കഥ ഒരാളെക്കുറിച്ചാണെങ്കിലും ഇതിൽ രണ്ടുപേരുണ്ട്. ഒന്ന്, സ്വർണത്തിൽ മാത്രം കണ്ണുണ്ടായിരുന്ന ഒരു വലിയ പണക്കാരൻ. രണ്ട്, ദൈവത്തെക്കുറിച്ച് പാടി നടന്ന ഒരു പാവം സന്യാസി. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാ ഇവർ രണ്ടുപേരും ഒരേ ആളാണ്. അപ്പോ ഒരാളെങ്ങനെ മറ്റൊരാളായി? ആ രഹസ്യമാണ് നമ്മൾ ഇന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. 1484 ശ്രീനിവാസ നായകൻ എന്ന പേരിൽ ജനിച്ചു. നല്ലൊരു കാശുള്ള കുടുംബത്തിലായിരുന്നു ജനനം. ചെറുപ്പത്തിലെ കച്ചവടത്തിലൊക്കെ കേമനായി നല്ല പണമുണ്ടാക്കി. പണവും പ്രശസ്തിയും അതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഈ ടൈം ലൈനിലൊരു ചോദ്യചിഹ്നം കിടക്കുന്നത് കണ്ടോ? അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. ആ ഒരൊറ്റ സംഭവത്തോടെയാണ് അദ്ദേഹം പുരന്ദരദാസനായി മാറുന്നത്. ഈ രണ്ട് ജീവിതങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയേ. ഒന്ന്, ഒരു ധനികനായ വ്യാപാരി, മറ്റൊന്ന് ഒരു അലഞ്ഞുതിരിയുന്ന തീർത്ഥാടകൻ. ഒരാൾക്ക് സമ്പത്താണ് എല്ലാം, മറ്റേയാൾക്ക് ദൈവം. ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടും ഒരാളാണെന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലേ? അപ്പൊ എന്തായിരിക്കും ആ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവം? ഒരു നിഗൂഢമായ പരിവർത്തനം. അതെ. അപ്പൊ എന്തായിരുന്നു അത്? എങ്ങനെയാണ് ആ പിശുക്കനായ വ്യാപാരി പുരന്ദരദാസൻ എന്ന മഹാത്മാവായത്? നമുക്ക് ആ രഹസ്യത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. ചരിത്രരേഖകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് വിചിത്രമായ ഒരു നിഗൂഢാനുഭവം എന്നാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. താൻ അതുവരെ നെഞ്ചോട് ചേർത്തുവെച്ചതെല്ലാം, അതായത് തന്റെ സമ്പത്ത്, പദവി, എന്തിന് സ്വന്തം കുടുംബത്തെപ്പോലും ഉപേക്ഷിക്കാൻ മാത്രം ശക്തമായ ഒരു അനുഭവമായിരുന്നു അത്. അപ്പോ അതൊരു വെറും മനംമാറ്റമായിരുന്നില്ല. അതൊരു പുതിയ ജീവിത ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? യഥാർത്ഥ ഭക്തി എന്താണെന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. വെറും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല, മറിച്ച് ദൈവവുമായുള്ള ഒരു പേഴ്സണൽ കണക്ഷനാണ് യഥാർത്ഥ ഭക്തിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനായിട്ടാണ് അദ്ദേഹം പിന്നെ ജീവിച്ചത്. ദൈവത്തിന്റെ ദാസന്മാർ. അലെ, തന്റെ പഴയ ജീവിതമെല്ലാം ഉപേക്ഷിച്ച പുരന്ദരദാസൻ എത്തിച്ചേർന്നത് ഒരു പുതിയ ആത്മീയ ലോകത്തേക്കായിരുന്നു. ഹരിദാസന്മാർ എന്നറിയപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറി. ഹരിദാസ. ഈ പേര് വരുന്നത് ഹരി, ദാസ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ്. അതായത് ദൈവത്തിന്റെ ദാസന്മാർ. അവർ സ്വയം അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഇതൊരു വെറും പേരല്ല കേട്ടോ. ആ കാലത്ത് അതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു. നിങ്ങൾക്ക് സ്ഥാനം എന്തായാലും, പണമുണ്ടേലും ഇല്ലേലും നിങ്ങൾക്ക് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാം എന്നൊരു വലിയ പ്രഖ്യാപനമായിരുന്നു അത്. ഈ ഹരിദാസ പ്രസ്ഥാനം ശരിക്കും അക്കാലത്തെ ഒരു വിപ്ലവം തന്നെയായിരുന്നു. കാരണം ഒന്ന്, അത് ജാതിയും മതവും ലിംഗഭേദവുമൊന്നും നോക്കാതെ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. രണ്ട്, അവർ വിശ്വസിച്ചിരുന്നത് സ്നേഹത്തിലൂടെയും ഭക്തിയിലൂടെയും ദൈവത്തെ അറിയാമെന്നായിരുന്നു. സമത്വം, നീതി, ഇതിനൊക്കെ അവർ ഒരുപാട് പ്രാധാന്യം നൽകി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണ് അവർ സംസാരിച്ചിരുന്നത്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ആത്മീയതയുടെ വാതിലുകൾ അവർ എല്ലാവർക്കുമായി തുറന്നിട്ടു. അതായത് ചുരുക്കി പറഞ്ഞാൽ, വലിയ പണ്ഡിതന്മാരുടെ കയ്യിൽ മാത്രമുണ്ടായിരുന്ന ആത്മീയജ്ഞാനത്തെ സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം. അതായിരുന്നു ഹരിദാസ പ്രസ്ഥാനം. സംഗീതത്തിന്റെ പിതാവ്. അതെ, ഈ പുതിയ ആത്മീയ ലോകത്താണ് പുരന്ദരദാസൻ തന്റെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്നത്. ചരിത്രത്തിൽ അദ്ദേഹത്തെ അനശ്വരനാക്കിയ ആ കഴിവ് ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം അറിയപ്പെടുന്നത് കർണാടക സംഗീതത്തിന്റെ പിതാവെന്നാണ്. അവിശ്വസനീയമായ ഒരു പദവിയാണത്, അല്ലേ? ആ ഒരൊറ്റ പേര് മതി അദ്ദേഹം ആ കലാരൂപത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്ന് മനസ്സിലാക്കാൻ. പക്ഷെ വീണ്ടും ആ ചോദ്യം വരുന്നു. പണ്ട് പണത്തിന്റെ കണക്ക് മാത്രം നോക്കിയിരുന്ന ഒരാൾ എങ്ങനെ സംഗീത ലോകത്തെ ഇത്ര വലിയൊരു ഇതിഹാസമായി മാറി? അദ്ദേഹത്തിന്റെ വഴി വളരെ ലളിതമായിരുന്നു. വലിയ തത്വചിന്താ ഗ്രന്ഥങ്ങളൊന്നും അദ്ദേഹം എഴുതിയില്ല. പകരം ആർക്കും എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ആയിരക്കണക്കിന് പാട്ടുകൾ, കീർത്തനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. എന്നിട്ട് ആ പാട്ടുകൾക്ക് സംഗീതം നൽകി ഒരു തീർത്ഥാടകനായി ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ചു.
ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി സംഗീതത്തിലൂടെ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം ജനങ്ങളിലേക്കെത്തിച്ചു. സംഗീതമെന്ന ആ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉപയോഗിച്ച ഒരു ജനകീയ മുന്നേറ്റം. ഈയൊരു വാചകം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ അറിവുകളുടെയും ശ്വാസവും ആത്മാവുമാണ് കവിത. അതായത്, ചില വലിയ സത്യങ്ങള് വെറും വാക്കുകൾ കൊണ്ടോ യുക്തി കൊണ്ടോ വിശദീകരിക്കാൻ പറ്റില്ല. അതിന് കല വേണം. കലയ്ക്ക് ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കാൻ കഴിയും, ബുദ്ധിയെ മറികടന്ന്. ആ ഒരു വഴിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ഒരു പ്രസ്ഥാനത്തിന്റെ മായാത്ത പ്രതിധ്വാനി. അപ്പോ ഈ കഥയുടെയൊക്കെ അവസാനം എന്താണ് ബാക്കിയുള്ളത്? പുരന്ദരദാസന്റെയും ആ ഹരിദാസ പ്രസ്ഥാനത്തിന്റെയും സ്വാധീനം എത്രത്തോളമുണ്ടായിരുന്നു? അത് ശരിക്കും കാലത്തെ അതിജീവിച്ച ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അത് ദക്ഷിണേന്ത്യയുടെ സംസ്കാരത്തെയും ആത്മീയതയെയും നൂറ്റാണ്ടുകളോളം സ്വാധീനിച്ചു. സത്യം പറഞ്ഞാലും ആ പാരമ്പര്യം ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ദക്ഷിണേന്ത്യൻ സംഗീതം കേൾക്കുമ്പോൾ ഇവിടുത്തെ കലയിലും സാഹിത്യത്തിലുമെല്ലാം അദ്ദേഹത്തിന്റെ ആ സ്വാധീനം നമുക്കിന്നും കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ വിവരങ്ങളെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് 1966 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഡോക്ടർ എം വി കൃഷ്ണറാവു എഴുതിയ പുരന്ദര ആൻഡ് ദി ഹരിദാസ മൂവ്മെന്റ്. ഇതുപോലുള്ള ഗവേഷണങ്ങളാണ് ചരിത്രത്തിലെ ഈ അത്ഭുതകരമായ കഥകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ആശയങ്ങൾ വലിയ വലിയ പുസ്തകങ്ങളിലൂടെ പറയുന്നതിനു പകരം ലളിതമായ പാട്ടുകളിലൂടെ പറയുന്നത്? ഒരുപക്ഷേ ഏറ്റവും വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പാടാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന അത്തരം ലളിതമായ പാട്ടുകളിലായിരിക്കുമോ? പുരന്ദരദാസന്റെ ജീവിതം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ പാഠവും ഒരുപക്ഷേ അതുതന്നെയായിരിക്കും.